നമസ്കാരം, ടെക് ട്രെൻഡ്സിലോട്ട് വീണ്ടും സ്വാഗതം. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഒരു കണ്ടൻ്റ് ആയിട്ട് വരുന്നത്. ഒന്നുമില്ല, എൻജിനീയറിങ്ങിൻ്റെ തിക്കും തിരക്കിലും ആ ഒരു ഫ്ലോയിലും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാത്തൊരു ഹാർഡ് ഡിസ്ക് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് ശരിയാക്കാം. അപ്പം ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയിലും ഇപ്പോൾ വരുന്ന എല്ലാവരുടെയിലും ഉള്ള ഒരു സംഭവമാണ് ഈ സംഭവം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് 1 TB. ഇപ്പം ശരിക്കും വരുന്ന കണ്ടുവരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ മിക്കതും വർക്കാകത്തില്ല. എന്ന് പറഞ്ഞാൽ അറിയാതെ കയ്യിൽ നിന്ന് താഴെ വീഴാൻ നേരത്ത് കമ്പ്യൂട്ടറിലോട്ട് തിരിച്ച് കുത്താൻ നേരത്ത് അത് റെക്കഗ്നൈസ് ആകത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സ്റ്റെപ്പാണ് ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹാർഡ് ഡിസ്ക് ഉറക്കാൻ നേരത്ത് ഈ സംഭവം ഈ കേസിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്. അപ്പം ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന പിന്ന് ഇവിടെ നിന്നാണ് വരുന്നത്. ഇതൊക്കെ വേറെ സംഭവങ്ങളാണ്. ഈ പിന്നുകളൊക്കെ ഇത് ഡാറ്റ റിക്കവറിക്ക് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ടർ കേസിങ്. ഇതിന് ഒരു ടൈപ്പ് ഓഫ് ഒരു സ്ക്രൂ സ്ട്രക്ചറാണ്. പ്രത്യേക ടൈപ്പ് ഓഫ് ത്രെഡിങ് നമ്മൾ സാധാരണ സ്റ്റാറും പ്ലെയിനും അല്ല കാണുന്നത്. അപ്പം ഇതിന് വേണ്ടി ഇതുപോലത്തെ ഒരു സ്ക്രൂ സെറ്റ് മേടിക്കണം. ഇത് നമുക്ക് സാധാ കടയിൽ ഒരു 200-300 രൂപയ്ക്ക് സാധനം കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു മാഗ്നറ്റിക്. ഇത് നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടൈപ്പ്. എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇത് സർക്കിൾ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ സർക്കിളിൻ്റെ ഇടയിൽ കുറേ വര പോലെ ഒരു ത്രെഡിങ് ഉണ്ട്. ആ ത്രെഡിങ് വെച്ചാണ് ഈ ടൈപ്പ് ഓഫ് സ്ക്രൂസ് നമുക്ക് അൺസ്ക്രൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ടൈപ്പ് മിക്ക ഹാർഡ് ഡിസ്കിലും ഈ ടൈപ്പിലുള്ള ഒരു ലെയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്കിപ്പം ഇത് ഒരു 7-8 സ്ക്രൂസ് ഉണ്ട്. ആ സ്ക്രൂസ് അപ്പോൾ ഇത് നമുക്ക് തുറക്കാം. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ അകത്ത് എന്തുവാന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ സ്ക്രൂസും തുറന്നേക്കുവാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് പൊടി കയറാത്ത, കാരണം ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഇതിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മാഗ്നറ്റിക് ഡിസ്കിൻ്റെ അകത്താണ്. ഒരു ഡിസ്ക് പോലെ ഒരു ചെറിയൊരു CD പോലെ ഇരിക്കുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. ആ സംഭവത്തിൻ്റെ അകത്താണ് ഡാറ്റ ഇത് സ്റ്റോർ ആകുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പൊടി കയറിയ ഡാറ്റ അതിൻ്റെ അകത്തുള്ള കറപ്റ്റ് ആകും. ഇത് ശരിക്കും ചെയ്യുന്ന ഡാറ്റ റിക്കവറി സെൻറ്ററിനൊക്കെ ഇത് കൊടുക്കുവാണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്ന 30,000 രൂപ. ഞാൻ ഇത് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊടി കയറാത്തൊരു എയർ ഫിൽട്രേഷൻ സിസ്റ്റം അവരിങ്ങനെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം പോലെ അവർ സംഭവം സെറ്റപ്പ് ആക്കും. എന്നിട്ട് അതിൻ്റെ അകത്താണ് ഇവർ മെയിൻലി പരിപാടി ചെയ്യുന്നത്. നമ്മളിതിപ്പം ഒരു ഈസി ട്രിക്ക് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യുന്നത്. അപ്പം പൊടി കയറാതെ മാക്സിമം ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ആ ഒരു പൊടിയൊന്നും ഒത്തിരി അടിക്കാത്ത ഒരു സ്ഥലത്ത് വേണം ഇതൊന്ന് തുറക്കാൻ. കാരണം ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ തുറന്ന് കാണാൻ പോയതാണ്. ഇതാണ് സാധനം. ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് ഹെഡർ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മാഗ്നറ്റിക്. ഇതിപ്പോൾ എൻ്റെ കേടായ ഹാർഡ് ഡിസ്ക് അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ കാണിക്കുന്ന കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തോട്ട് പൊടി തട്ടാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളിതിപ്പോൾ കണക്ട് ചെയ്യാൻ നേരത്ത് ഈ ഹെഡർ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് ഇത് കണ്ടോ മാഗ്നറ്റിക് ഡിസ്ക്, ഇത് കണക്ട് ചെയ്തേക്കുന്ന ഒരു മോട്ടറിലോട്ടാണ്, ഒരു DC മോട്ടറിലോട്ട്. അപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുക്കാൻ നേരത്ത് ഈ മോട്ടർ കറങ്ങാൻ തുടങ്ങും. ഈ ഹെഡർ ഈ ഡിസ്കിൻ്റെ മേളിൽ വരും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മാഗ്നറ്റിക് ലൈൻസ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ആവും. അപ്പോൾ അങ്ങനെയാണ് ഡാറ്റ റീഡും റൈറ്റും ചെയ്യുന്നത്. ഈ സംഭവം ഇതിലോട്ട് വരാൻ നേരത്താണ് ഡാറ്റ റീഡും റൈറ്റും നടക്കുന്നത്. എന്നിട്ട് അത് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ലാപ്ടോപ്പിൽ ഡിസ്പ്ലേ ആയിരുന്നു. ഇതാണ് നമ്മുടെ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ എന്തോ സംഭവിക്കുന്നത്, നമ്മുടെ നിന്ന് താഴെ വീഴാൻ നേരത്ത് ഈ സംഭവം താണ്ടി ഈ ഡിസ്കിൻ്റെ മേളിലായിരിക്കും. ഈ ഹെഡർ ഈ ഡിസ്കിൻ്റെ മേളിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് ഇത് കമ്പ്യൂട്ടർ കുത്താൻ നേരത്ത് ഒരു ക്ലിക്ക് ഒരു ചെറിയ, കാരണം ഈ ഹെഡർ സ്റ്റക്കായിരിക്കുക. ഇത് തിരിച്ച് ഇതിൻ്റെ റെസ്റ്റിംഗ് പൊസിഷനായി ഇങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് പറ്റുന്നില്ല. എന്തോ ഒരു സ്റ്റക്കായിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിക്ക് എന്ന് എന്തെങ്കിലും ചെറിയൊരു ക്ലിക്ക് നോയ്സ് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ തിരിച്ചു പോകാൻ ശ്രമിക്കുക, പക്ഷേ പറ്റുന്നില്ല. അപ്പം ഇതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ആ ഒരു ഒച്ച എപ്പോഴും കേൾക്കാൻ പറ്റുന്നു. ഇതെന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, ഇതെടുത്ത് പതുക്കെ ഞാൻ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ വേണം കാണിക്കാം. ഈ ഡിസ്ക് എടുത്ത് പതുക്കെ ഇതെടുത്ത് ജസ്റ്റ് ഈ ഡിസ്കെ തൊടാതെ പതുക്കെ ഒന്ന് ഡിസ്കെ തൊടാതെ ഈ ഒരു റെസ്റ്റിംഗ് പൊസിഷനാണ് ഈ സൈഡിലോട്ട് ഇത്ര നീക്കിയാൽ മതി. ഇങ്ങനെ ഡിസ്കെ തൊടാതെ ചെയ്യണം. ഡിസ്കെ തൊട്ടാൽ നിങ്ങളുടെ ഡാറ്റ പോയി. അപ്പം ഡിസ്കെ തൊടാതെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ പൊടി തട്ടാത്ത രീതിയിൽ പെട്ടെന്ന് ഈ സംഭവം പ്രോസസ്സ് ചെയ്യണം. പെട്ടെന്ന് ഇതാണ് എൻ്റെ ഫൈനൽ റെസ്റ്റിംഗ് പൊസിഷൻ. അപ്പോൾ ഈ ഒരു ഫൈനൽ പൊസിഷനിലോട്ട് പെട്ടെന്ന് നീക്കണം.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എൻ്റെ ലാപ്ടോപ്പായിട്ട് കണക്റ്റഡ് ആണ്. നമുക്കിപ്പോൾ കാണാം എന്തോ സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ പവർ കണക്ട് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ ഇതാണ് എൻ്റെ ഡാറ്റ കേബിൾ ഡയറക്റ്റ് എടുത്ത് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിത് പവറിൽ കുത്തിയപ്പോൾ കണ്ടോ, ഇതാ ഡിസ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഹെഡർ ഇവിടെ ഇരിക്കുവാണ്. ശരിക്കും എന്തോ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ ഈ ഹെഡർ കണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഈ അടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ച് പോകാൻ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷേ ഇത് പറ്റുന്നില്ല, ഇത് സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ അതാണ് നേരത്തെ എന്തോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്താൽ മതി. ഒരു ഡിസ്ക് തുറക്കാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും എപ്പോഴും സാധാരണ ഹെഡ് കിടക്കുന്നത്. ഇതിനെ എടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ മാറ്റാൻ നോക്കണം, പൊടി തട്ടാതെ. ഈ ക്ലിക്കിംഗ് സൗണ്ട് വരുന്നത് ഇതിങ്ങനെ അടിക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഇവിടെ ഈ സ്റ്റക്കായി നിൽക്കുകൊണ്ട് ഹെഡറിന് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ആ ക്ലിക്കിംഗ് സൗണ്ട് വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ആയത് ആ സെയിം സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ടാണ് ആ ക്ലിക്ക് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഹെഡറിന് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെട്ടെന്നൊരു രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ പൊക്കിയെടുത്ത് തിരിച്ച് കയറ്റി വെക്കുക. അതുപോലെ തന്നെ ഇത് ഗ്യാരണ്ടീഡ് അല്ല, ഇതൊരു ക്വിക്ക് ഫിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്നൊരു 60-70% കേസസിലും നമുക്ക് ഈ സംഭവം ശരിയാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഡിസ്ക് പോലെ എൻ്റെ ഒരു പെർമനൻറ്റ് ഡാമേജ് ആണ്. ഇതിപ്പം റിക്കവർ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഹെഡർ ഫുള്ളായിട്ട് എനിക്ക് മാറ്റും, കാരണം ഈ ഹെഡറിൻ്റെ ഡാമേജാണ് എൻ്റെ ഡിസ്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹെഡർ റീപ്ലേസ്മെൻറ്റിന് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം അതൊക്കെയാണ് ഡാറ്റ റിക്കവറീൻ്റെ പ്രശ്നങ്ങളും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു ആൾക്കാണെങ്കിൽ ഇത്രയും കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം 30,000 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉടായ്പ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫിക്സസിന് വേണ്ടി പോകേണ്ട ആവശ്യം വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.